നമുക്ക് മുട്ട മസാല രുചികരമായി ഉണ്ടാക്കിയെടുക്കാം. അതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വലിയ 4 സവാളയും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ 4 പച്ചമുളക് ഇട്ടിട്ട് നന്നായി ഇളക്കി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേഗത്തിൽ വഴന്ന് കിട്ടും. അപ്പോൾ ഇതാ വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും മാത്രം മതി കേട്ടോ. അതുകൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ട് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ളു ഗരം മസാലയും പിന്നെ 1/2 ടീസ്പൂണ് നമ്മൾ പെരുംജീരകത്തിൻ്റെ പൊടിയിട്ട് നന്നായി വഴറ്റിയെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മുട്ട നമ്മൾ കുക്കറിൽ വിസിലടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 6-8 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം കുറച്ച് ഉടഞ്ഞു പോയി. അതുകൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി അടച്ച് വെച്ച് 1 മിനിറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് തുറന്ന് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് സെർവ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ.